ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് കോൺകർ അടിക്കാൻ പറ്റുന്നത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഗൈസ് ഇത്. ആരും പറഞ്ഞു തരാത്ത സീക്രട്ട് എല്ലാം ഞാൻ വിളിച്ച് പറയാൻ പോവാണ് ഗൈസ്. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഗൈസ്. ഇതാണ് ഞാൻ കഴിഞ്ഞ സീസണിലെ നമ്പർ 1 കോൺകർ, അതായത് സോളോയിലെ ഏഷ്യൻ സെർവറിലെ ആദ്യത്തെ കോൺകറാണ് ഗൈസ് അടിച്ചത്. അപ്പോൾ ഞാനൊരു കുറഞ്ഞൊരു പ്ലെയർ അല്ല, നല്ല കൂടിയ ഒന്നാം തന്നെ നല്ല പ്രോ ഗെയിമറാണ് ഗൈസ്. അത് ഞാൻ പ്രൂവ് ചെയ്ത് വാശി കൊണ്ടാണ് ഗൈസ്. ഞാൻ ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ പോയിന്റ്, കോൺകർ അടിക്കാൻ നേരം നിങ്ങൾക്ക് സോളോ ആണോ ഡുവോ ആണോ സ്ക്വാഡാണോ സെലക്ട് ചെയ്യുക. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സോളോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള സാധനമാണ് ഗൈസ്. അതിലാണ് ഞാൻ അടിച്ചത്. അപ്പോൾ സോളോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലും നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് നേരിടാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം സോളോ കളിക്കുക ഗൈസ്. സോളോക്കകത്ത് മെയിനായിട്ടും പ്രശ്നം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയാണ് അടിക്കുന്നത്. അതായത് ഡയറക്റ്റ് ഒരു പുഷ് ഒരുത്തനും ചെയ്യത്തില്ല, എല്ലാവരും പാമ്പായിരിക്കും. എല്ലാം ശ്രദ്ധിക്കും. അതാണ് ഏറ്റവും ശ്രദ്ധിച്ച് കളിക്കേണ്ടത്. നമുക്ക് എവിടുന്ന് വേണേലും അടി വരാം, അത് നല്ല രീതിയിൽ കളിക്കേണ്ടതായിട്ട് വരും. അത് സോളോക്കകത്ത് കോൺകർ അടിച്ചവർ നിങ്ങൾ ഏത് സിറ്റുവേഷനും നേരിടാനുള്ള കഴിവുള്ള ഒരു പ്ലെയറായി മാറും ഗൈസ്. അത് ഞാൻ എന്നേ തെളിയിച്ച് കഴിഞ്ഞു ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ലൈവൊക്കെ കണ്ടു കഴിഞ്ഞാൽ തരും. ഞാൻ ഒരു ഇപ്പോൾ വലിയ സ്ക്വാഡിനകത്ത് വല്ല ഫൈറ്റ് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കോട്ട് ഞാൻ വേണിച്ചെന്ന് ഫൈറ്റ് ചെയ്യാം ഗൈസ്. അത് ആ ധൈര്യം കിട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കോൺകർ അടിച്ചത് കൊണ്ടാണ് ഗൈസ്. സോളോയ്ക്കകത്ത് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ സോളോയിൽ തന്നെ കോൺകർ അടിച്ചാലേ പറ്റത്തുള്ളൂ ഗൈസ്. ഒരു ഡുവോയിലും സ്ക്വാഡിനകത്തും അടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഗൈസ് ആ ധൈര്യം. സോളോയ്ക്കകത്ത് തന്നെ അടിച്ചാലേ ആ കോൺകർ എന്നുള്ള ആ ഒരു ഒറ്റയ്ക്ക് നിങ്ങൾ ഏത് സിറ്റുവേഷനെ നേരിടാനുള്ള ആ കഴിവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സോളോയ്ക്കകത്ത് അടിക്കണം. പിന്നെ ഡുവോയും സ്ക്വാഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് എപ്പോഴും അത്യാവശ്യമുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ടീംമേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ റാങ്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഏസ് മാസ്റ്ററോ ഏസ് ഡോമിനേറ്ററോ മിനിമം ഇത്രയെങ്കിലും ആയിരിക്കണം. എന്നാലേ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കളി കിട്ടത്തുള്ളൂ ഗൈസ്. അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവൻ വീക്കായിട്ടുള്ള പ്ലെയറാണ്. നിങ്ങൾക്ക് കോൺകർ അടിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേസ്റ്റാണ്. പിന്നെ മെയിനായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റ് ഉള്ള ഒരു ടീംമേറ്റ് വേണം. ഹെഡ്സെറ്റ് ഇല്ലാത്തവനാണെങ്കിൽ അവർ പറയുന്നത് നമുക്കും കേൾക്കത്തില്ല, അവൻ തോന്നിയ പോലെ കളിക്കും. നമ്മൾ വല്ലാത്ത രീതിയിലുള്ള കളിയായിരിക്കും. പിന്നെ മൊത്തം നമുക്ക് റാങ്ക് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല, റാങ്ക് നല്ല രീതിയിൽ കുറയുകയും ചെയ്യും. നമ്മൾ പറയുന്ന പോലൊന്നും അവന് കേൾക്കത്തുമില്ല. അവൻ്റെ ഇഷ്ടത്തിന് ചിലപ്പോൾ കളിക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരിക്കലും ടീമായിട്ട് കൂട്ടാൻ പാടില്ല. പിന്നെ ഞാൻ ഹെഡ്സെറ്റ് ഇല്ലാതെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് കോൺകർ അടിച്ച്. ഞാൻ അതുപോലെ പ്രോ ഗെയിമർ ആയിക്കൊണ്ടാണ് ഞാൻ ഹെഡ്സെറ്റ് ഇല്ലാതെ കളിച്ചത്. എനിക്ക് ഹെഡ്സെറ്റ് ഇല്ലാതെയും എനിക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാനും എല്ലാം പറ്റും ഗൈസ്. ഞാൻ മാപ്പിൽ നോക്കിയാണ് കളിക്കുന്നത്. മാപ്പിലെ ആ ഫുട് പ്രിൻസൊക്കെ നോക്കിയാണ് ഞാൻ കളിക്കുന്നത്. അത് എനിക്ക് എളുപ്പമാണ്. അത് ആ കൊച്ചിലെ തൊട്ട് ഞാൻ ശീലിച്ചത്. അതുകൊണ്ട് എനിക്ക് ഹെഡ്സെറ്റ് വെക്കുമ്പോൾ ഡിസ്റ്റർബൻസാണ്. എനിക്ക് അതുപോലെ ഒരു പ്രോ ഗെയിമറിനെ പറ്റത്തുള്ളൂ ഹെഡ്സെറ്റ് ഇല്ലാതെ കളിക്കാൻ. എല്ലാം സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കി, സ്ക്രീനിൽ നിന്ന് സൗണ്ടിൽ നിന്ന് മാത്രം മനസ്സിലാക്കി. ഹെഡ്സെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ വെക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ അടിക്കാനും നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അത് പേടിക്കാനും ചാൻസ് ഉണ്ട്. അല്ലേ പിന്നെ അതുപോലെ വിൽ പവറും നിങ്ങൾക്ക് വലിയ പേടി ഹെഡ്സെറ്റ് വെച്ചാലും സൗണ്ടൊക്കെ അടുത്തോട്ട് വരുമ്പോൾ വലിയ ഡിസ്റ്റർബൻസും പേടിയൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വെച്ച് കളിക്കാവുന്നതാണ് ഗൈസ്. പിന്നെ ആണെങ്കിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് നല്ല പോലെ രീതിയിൽ ഇത് കുറയും നമ്മുടെ ബോഡിയിൽ. പക്ഷെ അതുപോലെ കോൺകർ അടിക്കുമ്പോൾ അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ വരും. ഇടയ്ക്ക് 30 മൈനസൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ കിളി പോയിരിക്കും. ഞാനൊക്കെ വിഷമിച്ചിരുന്നിട്ടുണ്ട്. പഴയ ലൈവിലൊക്കെ എടുത്ത് നോക്കി ഞാൻ അറിയാം. ഞാനൊക്കെ 30 അടിച്ച് കഴിയുമ്പോൾ കളി നിർത്തും 2 ദിവസം. പിന്നെ അങ്ങനെ അടിക്കും. പിന്നെ അങ്ങോട്ട് വാശിയാണ് ഗൈസ്. ഇത് അടിച്ചേ അടങ്ങത്തുള്ളെന്ന് പറഞ്ഞു. അതൊന്നാമത് പിന്നെ അടിച്ച് കഴിയുമ്പോൾ ഇല്ല കൂൾ മൈൻഡാണ്. പിന്നെ ഇപ്പോഴത്തെ കളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ജയിക്കാൻ വേണ്ടിയൊന്നും അല്ല കളിക്കും, ജസ്റ്റ് ഫൺ. ഞാനെപ്പോഴും പണ്ട് തൊട്ടേ കളിക്കുന്നത് ജസ്റ്റ് ഫൺ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം. ആൾക്കാർ ചിലവർ ചിന്തിക്കും ഇത്രയും കൂടിയ ഫോൺ ഉണ്ടായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാതാണല്ലോ കളിക്കുന്നതെന്നുള്ള രീതി. പക്ഷേ ഞാൻ എത്ര വലിയ കൂടിയ ഫോൺ വാങ്ങിച്ചാലും ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ 2 ഫിംഗർ ഗെയിമറാണ് ഗൈസ്. അതെന്ന് പറഞ്ഞാൽ അതിന് പണ്ട് തൊട്ട് ശീലിച്ചാണ്. ഞാൻ അതിലാണ് ബെറ്റർ ആയിട്ട് കളിക്കുന്നത്. ഇപ്പോൾ 4 ഫിംഗറൊക്കെ ആക്കാൻ ചിലവരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ആക്കാനൊന്നും പോകുന്നില്ല. ഈ 2 ഫിംഗറാണ് ഹാപ്പി ആയിട്ട് ഞാൻ കളിക്കാൻ പറ്റുന്നത്. അത് തന്നെ ഞാൻ ഇനിയും ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകും. എന്നാലും അത്യാവശ്യം കോൺകർ അടിച്ചല്ലോ, അത് മതി. എൻ്റെ ആവശ്യം അതായിരുന്നു. 2 ഫിംഗറെ കോൺകർ അടിച്ച് കാണിക്കണം എല്ലാത്തിനും. അങ്ങനെ തന്നെ ഇന്ത്യക്ക് വെളിയിലും എല്ലാം അറിയപ്പെടുന്ന ഒരുത്തനായി മാറി ഞാൻ ഗൈസ്. ഞാനിപ്പോൾ എൻ്റെ ഒരു മാസം എൻ്റെ 1 മില്യൺ വ്യൂസാണ് ഗൈസ് ഒരു മാസം കൊണ്ടുണ്ടാക്കുന്നത് ലൈവ് വഴി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഗൈസ്. നല്ല എമൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്.
പക്ഷേ എനിക്ക് അതിനും തികത്തില്ല. ഒരു മാസം 10 മില്യൺ വ്യൂസെങ്കിലും വേണം, എന്നാലും ബെറ്ററായിട്ടുള്ള ഒരു എമൗണ്ട് നല്ല രീതിയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കിട്ടത്തുള്ളൂ ഗൈസ്. എന്നാൽ അതിനുവേണ്ടി നിങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഞാൻ വലിയൊരു യൂട്യൂബറായി മാറുന്നത് നിങ്ങൾക്ക് മുമ്പേ ഞാൻ കാണിച്ചു തരാം ഗൈസ്, ജസ്റ്റ് ഒരു പബ്ജി ഗെയിമിംഗ് കൊണ്ട് മാത്രം. പിന്നെ അടുത്ത കാര്യം വേറെ ടോപ്പിക്ക് വിട്ടുപോയി. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൂടിയ ഫോണാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 സ്നാപ്ഡ്രാഗൺ 888 ഈ പ്രൊസസ്സറുള്ള ഫോണാണെങ്കിൽ ഒരു ഏസ് വരെ നിങ്ങൾക്ക് ഫുള്ള് ഗ്രാഫിക്സ് കൂട്ടിയിട്ട് കളിക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പറയും ഭ്രാന്താണെന്നൊക്കെ പറയും, പക്ഷേ ഭ്രാന്തൊന്നുമല്ല. അത് കൂട്ടുന്ന വഴി നിങ്ങൾക്കൊരു കൂടിയ പ്രോ ഗെയിമേഴ്സൊക്കെ സോളോ ആണെങ്കിലും ഈ കോൺകർ റാക്ക് ഇവന്മാർ പാമ്പായിട്ട് കളിക്കും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും സ്പോട്ട് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്നത് നിങ്ങൾക്കായിരിക്കും, ഗ്രാഫിക്സ് കൂട്ടിയിടുന്നവർക്ക്. ഇപ്പോൾ ഒരു സ്കിന്നും കാര്യങ്ങളുള്ളവന്മാരൊക്കെ ആണല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവന്മാരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ ഈ ഗ്രാഫിക്സ് കൂട്ടിയിട്ടവന്മാർക്കേ പറ്റത്തുള്ളൂ. മറ്റവരെക്കാളും അഡ്വാൻറ്റേജ് ഗ്രാഫിക്സ് കൂട്ടിയിട്ടവർക്ക്. അപ്പോൾ പിന്നെ ഒരു എയ്സ് അടിച്ച് കഴിയുമ്പോൾ പിന്നെ എയ്സ് മാസ്റ്റർ തൊട്ട് അങ്ങോട്ട് ഗ്രാഫിക്സ് കൂട്ടിയിടാൻ പാടില്ല, സ്മൂത്തിലിട്ട് കളിച്ചോണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെടണം, എസ്കേപ്പ് ആവണം. അപ്പോൾ സ്പീഡ് കിട്ടത്തില്ല ഗ്രാഫിക്സ് കൂട്ടിയിട്ടാൽ. ആ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു എയ്സ് മാസ്റ്റർ തൊട്ട് നിങ്ങൾക്ക് ഗ്രാഫിക്സ് കുറച്ചിട്ട് സ്മൂത്തിലിട്ട് കളിക്കണം. അത് അത്യാവശ്യമാണ്, നമുക്ക് എസ്കേപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മെയിനായിട്ട് പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ പറഞ്ഞു, മൂന്നാമത്തെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്മോക്കും ഗ്രനേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഗ്രനേഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ അതുപോലെ സ്കിൽസ് നിങ്ങൾക്ക് കില്ലെടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ എടുത്തിട്ടേ ഇല്ല സാധനം. സ്മോക്ക് മെയിനായിട്ട് ഇടണം, എസ്കേപ്പ് ആകണം. ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യം അതാണ്. നിങ്ങൾക്ക് ഒരുത്തൻ സോണിൻ്റെ അകത്ത് കിടക്കുവാണെങ്കിൽ അവൻ നമ്മളെ കയറ്റത്തേ ഇല്ല. കോൺകർ ലോബി ആണെങ്കിൽ നിങ്ങൾക്ക് കിളി പോകും, നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അതുപോലെ രീതിയിൽ അവനെ കവർ ചെയ്തും ആ ഏരിയ മൊത്തം അവനെ കവർ ചെയ്ത് കിടന്ന് അടിയും. അപ്പോൾ സ്മോക്ക് അത്യാവശ്യമാണ്, സ്റ്റൺ ഗ്രനേഡും ആവശ്യമാണ്. ഇതാണ് ഏറ്റവും മെയിനായിട്ട്. പിന്നെ സ്നൈപ്പർ എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം കാണും. അതിൽ സ്നൈപ്പർ അതുപോലെ പ്രോ ഗെയിമറിനാണെങ്കിൽ എടുത്താൽ മതി. സ്നൈപ്പർ ഹെഡ് ഷോട്ട് തന്നെ അടിക്കണം, അല്ലെ പണി കിട്ടും. അല്ല എന്തെങ്കിലും മിസ്സായി പോയാൽ രണ്ട് വെടി നിങ്ങൾ വെടിവെച്ച് ആ കില്ല് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ തേർഡ് പാർട്ടി അടിക്കും. തേർഡ് പാർട്ടിയാണ് മൊത്തം. കോൺകർ ലോബി ആകുമ്പോൾ നിങ്ങൾക്ക് തേർഡ് പാർട്ടി അടിയാണ് ഗൈസ് മൊത്തം വരുന്നത്, കിളി പോകും നിങ്ങളുടെ. അതാണ്, ഒരു വട്ടം കോൺകർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവും. ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ആയി, എനിക്ക് വേണേൽ അടുത്ത സീസൺ ഒന്നുകൂടെ കോൺകർ അടിച്ച് കാണിക്കാൻ പറ്റും. വെച്ചാൽ ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പഠിക്കും കോൺകർ അടിക്കാൻ. എന്തുകൊണ്ട് ഒരു ആഗ്രഹമല്ലേ എല്ലാവരുടെയും കോൺകർ അടിക്കണമെന്ന്. അപ്പം ഞാൻ കോൺകർ അടിക്കാൻ യൂസ് ചെയ്ത ഗണ്ണ് ഏതൊക്കെയാണെന്ന് ഇനിയും പറഞ്ഞുതരാം ഗൈസ്. ഒന്നാമത്തെ ഗണ്ണ് വെട്ടർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഗണ്ണാണ്. ക്ലോസ് എയർ, അതായത് ഒരു ഫ്രണ്ട് ഓഫ് ഒരു ഫൈറ്റ് വന്ന് അടുത്ത ക്ലോസ് എയർ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ട് ബുള്ളറ്റ് മൂവ് ആകുന്നത് ഇതിനാണ് ഗൈസ്, വെട്ടറിന് ഏറ്റവും ഫാസ്റ്റായിട്ട്. അത് അത്യാവശ്യമാണ്. അത് ആൾക്കാർ പറയും അത് പൊട്ട കണ്ണാണെന്നൊക്കെ, പക്ഷേ നല്ല അത്യാവശ്യം കളി അറിയാവുന്നതിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ സപ്രസറും കൂടെ വെച്ച് കഴിഞ്ഞാൽ കിളി പോകും. ഒരു രീതിയിലും അടുക്കാൻ പറ്റത്തില്ല. ഞാൻ അത് വെച്ചാണ് കില്ലടിച്ചത്. സോളോ ആണെങ്കിൽ ഞാൻ ചറപറായിരുന്നു, അത് വെച്ച് 10ഉം 5ഉം കില്ലും ഒക്കെ ചില കളി കുറഞ്ഞ ഒരു 5 കില്ലെങ്കിലും ഞാൻ എടുക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഗണ്ണാണ് ഗൈസ്. അതൊരു ഫ്രണ്ട് ഓഫ് വ്യൂ ഫൈറ്റിന് ഒരു ക്രോസ് അടിപൊളി ഒരു ഗണ്ണും കൂടെ വേണം. പിന്നെ ലോങ് റേഞ്ച് എടുക്കാൻ ഒരു M416 അല്ലെ DPO മിനിമം ഗണ്ണ് വേണം. ഇത് അടിപൊളി ഓപ്ഷനാണ്. ഒന്ന് ലോങ് ഷോട്ട് എടുക്കാനൊരു ഗണ്ണും ടാപ്പ് ചെയ്ത് അടിക്കാനും, പിന്നെ ഒരു ക്ലോസ് റേഞ്ച് ഒരു ഫൈറ്റ് വന്നാലും എടുക്കാനുള്ള ഗണ്ണും. സ്നൈപ്പർ അറിയാവുന്നവർ മാത്രം യൂസ് ചെയ്യാൻ മതി, വലിയ രീതി കൊള്ളയ്ക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം. അല്ലാത്തവർ യൂസ് ചെയ്താൽ നിങ്ങളുടെ സമയവും വേസ്റ്റാണ്, നിങ്ങൾക്ക് തേർഡ് പാർട്ടി അടി കിട്ടി ചാകുന്ന കാണാം മെയിനായിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യമാണ് ഇത് ലൈഫ് എപ്പോഴും ഫുള്ളാക്കി വെക്കണം. അതായത് ഡ്രിങ്ക് മാക്സിമം ഫുള്ളടിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചോണം എപ്പോഴും. ആ ഡ്രിങ്ക് സോളോ ആയിക്കൊണ്ട് എനിക്ക് നല്ലപോലെ ഡ്രിങ്കൊക്കെ കിട്ടിയായിരുന്നു, ഇഷ്ടം പോലെ ലൂട്ട്. സോളോ കളിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, സോളോ കളിക്കുമ്പോൾ മാക്സിമം ലൂട്ട് കിട്ടും. ലൂട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. സ്ക്വാഡും ഡുവോയും ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ലൂട്ടിന് കിടന്ന് കളിക്കേണ്ടി വരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡ്രിങ്ക് എന്തിനാ ഇനി ഫുള്ളാക്കി വെക്കുന്നതെന്ന് പറഞ്ഞു തരാം ഗൈസ്. നമുക്ക് സോളോ ആകുമ്പോൾ ഈ കോൺകർ ലോബി ആയിക്കൊണ്ട് എപ്പോഴാണ് അടി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അടി വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹീൽ അടിക്കാൻ പറ്റത്തില്ല, ടൈം കിട്ടിയെന്ന് വരും, ബാൻഡേജ് അടിച്ച് ഇതാക്കേണ്ടി വരും. അപ്പോൾ ഡ്രിങ്ക് അടിച്ച് ഈ സാധനം ഫുള്ളാക്കി വെച്ചെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലൈഫ് കൂടും. ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കുന്ന ഇച്ചിരി സമയം ഒന്ന്
അവനിട്ട് വട്ടം കറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലി ഫുള്ളായി വരും ആ ഡ്രിങ്ക് അടിച്ചതിൻ്റെ ആ ഒരു ഇതിൽ. അങ്ങനെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, അതാണ് ആ ഡ്രിങ്ക് അടിച്ച് ഫുള്ളാക്കേണ്ടത്. പിന്നെ ഒരു സോണിൻ്റെ പുറത്ത് മാക്സിമം നിൽക്കണം. അത് സർവൈവ് ഒരു 2-3 രീതിയുണ്ട് റാങ്ക് പുഷ്. ഒന്ന് അഗ്രസീവായിട്ട് കളിക്കുന്നത്, അതായത് ആദ്യമേ ഇറങ്ങി നമ്മൾ ഏറ്റവും കൂടുതൽ എരുമി വരുന്ന ഏരിയയെ ചാടി ഫൈറ്റ് ചെയ്ത് കില്ലെടുക്കുക, മാക്സിമം കില്ലടിച്ച് അങ്ങനെ കോൺകർ അടിക്കുക. അത് സത്യം പറഞ്ഞ ഒരു മണ്ടത്തരമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഗൈസ്. ഇപ്പോൾ ഹാക്കറുള്ള ലോബിയാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാമല്ലോ പല ടൈപ്പ് ഹാക്കർമാരും വലിയ പ്രോ ഗെയിമേഴ്സും വേറെ കോൺകറും കാണുമല്ലോ എന്തുവാണല്ലോ. അവന്മാരുടെ മുമ്പിൽ നമ്മളിങ്ങനെ അഗ്രസീവായിട്ട് പോയി കഴിഞ്ഞാൽ, അതുപോലെ നല്ല അഗ്രസീവായിട്ട് കില്ലെടുക്കാൻ മനക്കാരത്തുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി ഗൈസ്, അല്ല പണി കിട്ടും. ഒന്നാമത്തെ ഓപ്ഷന് ഞാൻ എതിരാണ് ഗൈസ്. അത് പറ്റത്തില്ല നമുക്കൊന്നും. പറ്റുന്നവർ ചിലവർ കാണുമായിരിക്കും, അത് ചുരുക്കം ചിലവർ കാണത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഇറങ്ങിയിട്ട് ഒരു കില്ല് പോലും എടുക്കാതെ എവിടെയെങ്കിലും മൂലയ്ക്ക് കിടന്നിട്ട് അവസാനം ടോപ്പ് 10 ആകുമ്പോൾ കയറി പുഷ് ചെയ്യുക, അങ്ങനെ കില്ലെടുക്കുക. പക്ഷേ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസ് അല്ല, ഒരു പ്ലസ് 1-2 പ്ലസ്സേ കിട്ടത്തുള്ളൂ, അല്ലെ ഒരു പ്ലസ് പോലും കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതാണ് ഏറ്റവും നല്ല എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത്. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യമേ നമ്മൾ ചാടി ഇറങ്ങുക, ഏറ്റവും സേഫായിട്ടുള്ള എനിമി വരാത്ത രീതിയിൽ ചാടുക, എന്നിട്ട് ആദ്യം മാക്സിമം കില്ലെടുക്കാൻ നോക്കുക. ഫസ്റ്റ് കില്ല് എപ്പോഴാണെങ്കിലും നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഒരു കില്ലെടുക്കാൻ നോക്കണം. അത് ബോട്ടാണെങ്കിലും കുഴപ്പമില്ല, കില്ല് നിർബന്ധമാണ്. ആ കില്ലെടുത്തിട്ട് പിന്നെ നിങ്ങൾ സർവൈവ് ചെയ്ത് കിടക്കുക. ടോപ്പ് 10 ആകുമ്പോൾ മാത്രം നിങ്ങൾ അഗ്രസീവായിട്ട് കളിക്കുക. അതുവരെ ചത്ത പോലെയോ സമയം കളയുക, മാക്സിമം സമയം കളയുക. എവിടെയെങ്കിലും ആൾക്കാർ എനിമി വരാത്ത സ്ഥലം കണ്ടുപിടിച്ച് ആ സ്ഥലം അങ്ങ് ഉറപ്പിക്കുക ഗൈസ്. പിന്നെ മെയിനായിട്ട് ഒരു യൂട്യൂബറും കോൺകർ അടിക്കുന്നവരും പറഞ്ഞു തരാത്തൊരു സീക്രട്ട് പറഞ്ഞു തരാം ഗൈസ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺകർ അടിക്കുമ്പോൾ ഏസ് വരെ നിങ്ങൾക്ക് നല്ല സേഫായിട്ട് കിടക്കാനുള്ള പ്ലേസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുമായിരിക്കും. പക്ഷേ ഒരു ഏസ് ഡോമിനേറ്റർ, ഏസ് മാസ്റ്റർ വേണ്ട, ഒരു ഏസ് ഡോമിനേറ്റർ തൊട്ട് ഈ കോൺകർ ലോബി വരുമ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഈ ഓരോ മൂലയും കവർ ചെയ്ത് നിങ്ങളെ തപ്പും. അത് വലിയൊരു പ്രശ്നമാണ് ഗൈസ് ഈ കോൺകർ ലോബി വരുമ്പോൾ. അതായത് ഓരോ മൂലയിൽ നിന്ന് ചില പ്രോ ഗെയിമേഴ്സ് വന്നിട്ട് കാറും കൊണ്ട് വന്നിട്ട് തപ്പി ഓരോ സൈഡും ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ അഗ്രസീവായിട്ട് കളിക്കുന്നവന്മാരുണ്ട്. അവന്മാരുടെ അടുത്തങ്ങാനും പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് പോലും ക്യാമ്പ് അടിച്ച് കിടക്കുന്ന ഒരു ഏസ് ഡോമിനേറ്റർ തൊട്ട് നിങ്ങൾ ക്യാമ്പ് അടിച്ച് കളിക്കാൻ പാടില്ല. മാക്സിമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ മാറി നടക്കണം. ഏറ്റവും സേഫായിട്ടുള്ള ആൾക്കാർ വരാത്ത ഏരിയ നോക്കി ലൊക്കേഷൻ അത് കണ്ടുപിടിച്ചിട്ട് അവിടെ മാത്രം മൂവ് ചെയ്ത് നിങ്ങൾ ഏരിയ കംപ്ലീറ്റ് നിങ്ങളായിട്ടൊരു റൂട്ട് കണ്ടുപിടിക്കണം മാപ്പിൽ തന്നെ. ഒരു എനിമി ഏറ്റവും കൂടുതൽ വരാത്ത ഏരിയ നോക്കി ലൂട്ടെന്നാൽ അത്യാവശ്യം കിട്ടണം. ഒരു കവർ എടുക്കാനും കൂടെ ഏരിയ ഉള്ള സ്ഥലത്തൂടെ ഓടി നടന്ന് അങ്ങനെ സർവൈവ് ചെയ്യണം. അങ്ങനെ സർവൈവ് ചെയ്ത് മാക്സിമം സമയം കളയണം. ഞാൻ എൻ്റെ ലൈവിനകത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ സമയം കളഞ്ഞ രീതികളൊക്കെ എങ്ങനെയാണ്. അതൊരു ഐഡിയ വേണം, ബുദ്ധി ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വലിയ കോൺകർ ലോബിയിൽ വരെ നിങ്ങൾക്ക് അടിച്ച് കയറാൻ പറ്റും ഗൈസ്. ഞാനെന്ന് വെച്ചാൽ പണ്ടൊക്കെ കോൺകറൊക്കെ ചുമ്മാ കിട്ടുമായിരുന്നു, അത്യാവശ്യം ഇത്രയും കഷ്ടപ്പാടില്ല. ഇപ്പോൾ ഒത്തിരി റാങ്ക് കൂടി, ഏസ് ഡോമിനേറ്റർ, ഏസ് മാസ്റ്റർ, ആ 2 ലീഗ് വന്നപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ പാടായി. ഇപ്പം പ്രായത്തിൻ്റെ ഇതുണ്ടല്ലോ, 18 വയസ്സിൻ്റെ മേലോട്ടുള്ളവരും അങ്ങനെയുള്ളവർക്കും എല്ലാം ബാൻ കിട്ടുന്നുണ്ട്. ഇത്ര സമയമേ കളിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പോലും ഞാൻ കോൺകർ അടിച്ചെങ്കിൽ അതെൻ്റെ ഒരു വാശിയായിരുന്നു. പിന്നെ അത് ഞാൻ അത്രയും പ്രോ ഗെയിമർ ആയിക്കൊണ്ടാണ് ഗൈസ് അടിച്ച് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഏതൊരു പബ്ജി കളിക്കുന്ന ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഗൈസ് കോൺകർ. അപ്പോൾ അത് ഞാൻ നേടിക്കഴിഞ്ഞു ഗൈസ്. അത് സോളോയിൽ ഒരാളുടെയും സപ്പോർട്ടില്ലാതെ കോൺകർ അടിച്ചു. അതെനിക്കൊരു വാശിയായിരുന്നു. ഒറ്റ ഒരാളുടെ പോലും സപ്പോർട്ടില്ലാതെ അത് സോളോ ആയിട്ട് എനിക്ക് നേടിയെടുക്കണം. അത് ഞാൻ നേടിയെടുത്തു. അതിപ്പോൾ ഭയങ്കര വിലയാണ് ഗൈസ്. എനിക്കിപ്പോൾ എത്ര പേരാണെന്നറിയാം എൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നത്. ഇപ്പോഴാണ് ഏറ്റവും വില കിട്ടിയത് പബ്ജി തന്നെ, ഒരു അംഗീകാരം കിട്ടുന്നത്. പണ്ടൊക്കെ കളിച്ചപ്പോൾ ഒരു ഏസ് ഡോമിനേറ്റർ അടിച്ചപ്പോലും ഒരു ഇതില്ല. ഇപ്പോൾ ഞാൻ എല്ലാവരോടും കളിക്കും. ഇപ്പോൾ കൊച്ചു പിള്ളേരോടെയും എല്ലാം ഹിന്ദിക്കാരോടും എല്ലാം ഇപ്പോൾ പോപ്പുലാരിറ്റി ഒക്കെ കൂടി നല്ല മില്യനും ആകാറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാർ എടുത്തിട്ട് ഇപ്പോൾ സോണാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുമോ. അപ്പോൾ നിങ്ങളിപ്പോൾ സോണിൻ്റെ വെളി കിടക്കുമ്പോൾ ഡയറക്റ്റ് അങ്ങ് കാർ എടുത്തുകൊണ്ട് പോയി നേരെ സോൺ ഡയറക്റ്റ് കയറാൻ പാടില്ല.
കോൺകർ ലോബി എന്ന് പറയുമ്പോൾ അതായത് സോൺ ചെറുതാകുമ്പോൾ ഓരോ മൂലയ്ക്കും പാമ്പായിട്ട് ക്യാമ്പ് അടിച്ച് കിടക്കും. ആ ബാക്കിലത്തെ ഏരിയ മൊത്തം കവർ ചെയ്തിട്ട് അവൻ സോണിക്ക് കംപ്ലീറ്റ് കയറത്തുള്ളൂ. അവൻ മെഡിക്കറ്റ് മൊത്തം സെറ്റായിരിക്കും. പിന്നെ കോൺകർ ലോബിയിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഗണ്ണിന് ബുള്ളറ്റ് കുറവായിരിക്കും എടുക്കുന്ന 60 ഉള്ളൂ മാക്സിമം. 60 പോലും ചിലവർ എടുക്കാത്തവരുണ്ട്. മെയിനായിട്ട് മെഡിക്കിറ്റ് ഗ്രനേഡും കൊണ്ട് നിറയ്ക്കുവാണ് ഗൈസ് കുത്തി. അതാണ് മെയിൻ ഇപ്പോൾ സാധനം. മെഡിക്കിറ്റും ബാൻഡേജും ഡ്രിങ്കും പിന്നെന്തുവാ ഗ്രനേഡും സ്റ്റണ്ടും ഇതൊക്കെ ഇട്ടങ്ങ് ബാഗ് മൊത്തം അതിനാണ് മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് മാക്സിമം ഒഴിവാക്കണം. ഇത് ഭയങ്കര റഷ് ചെയ്ത് കളിക്കുന്നവർക്ക് ബുള്ളറ്റൊക്കെ എടുക്കാം. പക്ഷേ ഇത് റഷ് ചെയ്യാതെ കളിക്കാത്തവരുടെ കാര്യമാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ കാറ് കൊണ്ട് ഡയറക്റ്റ് വരുമ്പോൾ സോണിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവർ കൊല്ലാനുള്ള അഡ്വാൻറ്റേജ് അവർക്ക് കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാർ മാറ്റിയിടണം. അതായത് ഒരു സോണിൻ്റെ ഇത് അടുത്തെത്തിയെങ്കിൽ നമ്മൾ നേരത്തെ കാർ ഇങ്ങനെ മാപ്പിക്ക് അവന് കാണാൻ പാടില്ല നമ്മുടെ കാറിൻ്റെ വരുന്നതിൻ്റെ ആ വീല്. അപ്പോൾ അതിന് മുമ്പേ വണ്ടി നിർത്തിയിട്ടിട്ട് വേറെ സൈഡിൽ കൂടെ കറങ്ങി വരണം. പിന്നെ ഇപ്പോൾ സോണിൻ്റെ അകത്ത് കയറുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കണം. പല രീതിയിലും ആൾക്കാർ ക്യാമ്പ് അടിച്ച് നോക്കിയിരിക്കുന്നവരുണ്ട്. ചിലന്മാർക്ക് ക്യാമ്പ് ചെയ്യാൻ നല്ല രീതിയിൽ പഠിച്ചവന്മാരുണ്ട്. അതൊക്കെ നമുക്ക് കോൺകർ ലോബി വരുമ്പോൾ അറിയാം നമുക്ക് യഥാർത്ഥ കളി നമ്മൾ പഠിക്കുന്ന അപ്പോഴാണ്. ടെൻഷൻ അടിച്ച് നമ്മുടെ ആരോഗ്യമെല്ലാം നമ്മുടെ കളഞ്ഞിട്ടുള്ള ഒരു കളിയാണ് ഗൈസ്. ഞാൻ ജിമ്മിൽ പോകുന്നതാണ് ഗൈസ്. ഞാൻ ഒരാഴ്ച ജിമ്മിൽ പോകാതിരുന്നായിരുന്നു ഗൈസ്. ഞാൻ കോൺകർ അടിച്ച് പുഷ് ചെയ്തു. അയ്യോ, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം പാടാണ്. ഞാൻ രാത്രി ഉറങ്ങത്തില്ല. പിന്നെ സമയം നല്ല പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ് ഗൈസ്. സമയം എന്ന് പറഞ്ഞാൽ ഓരോ സമയം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കോൺകർ പുഷ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഈ 7 മണി 8 9 10 മണി വരെ 7 തൊട്ട് 10 മണി വരെ ഏറ്റവും പവർഫുൾ ലോബിയാണ് ഗൈസ്. വലിയ പ്ലേയേഴ്സ് യൂട്യൂബേഴ്സും എല്ലാം കളിക്കുന്ന സമയമാണ് ഗൈസ്. ഈ സമയത്ത് നിങ്ങൾക്ക് കളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടായിരിക്കും ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള സമയം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉച്ച സമയം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വലുതായിട്ട് കളിക്കത്തില്ല. കളിക്കുവാണെങ്കിൽ തന്നെ ഹിന്ദിക്കാരാണ് കൂടുതൽ. എന്നാലും പ്രോ പ്ലേയേഴ്സൊക്കെ അതിനകത്തും വരുന്നുണ്ട് കോൺകർ ലോബി. ആ സമയം സെലക്ട് ചെയ്യണം. അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരങ്ങനെ രാത്രി 2 മണി ഇങ്ങനെയുള്ള ഏരിയയിൽ അങ്ങനത്തെ സമയമൊക്കെ 2 മണി അങ്ങനെയുള്ള ഉറങ്ങാതിരുന്ന് കളിക്കണം. ഹെൽത്ത് കളഞ്ഞിട്ടുള്ള പരിപാടിയാണ്. എന്നാലും കോൺകർ നമുക്ക് അടിക്കേണ്ട അല്ലേ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇത് എല്ലാം മനസ്സിൽ കണ്ട് തന്നെ കളിക്കണം. അങ്ങനെ നേടിയെടുക്കാൻ പറ്റും ഗൈസ്. ഈ സമയമൊക്കെയാണ് ഗൈസ് ഏറ്റവും ബെസ്റ്റ് സമയം. 2 മണി പിന്നെ ഉച്ച സമയം അങ്ങനെയുള്ള രാത്രി 2 മണിയും ഉച്ച സമയം പിന്നെ 2 മണി അങ്ങനെയുള്ള സമയങ്ങൾ. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നല്ല പ്ലെയേഴ്സൊന്നും കളിക്കാത്തത്. എന്നാലും അത്യാവശ്യം പ്ലെയേഴ്സൊക്കെ കളിക്കും. അത് ഹിന്ദിക്കാരായിരിക്കും. അവന്മാരെയൊക്കെ നമുക്ക് പിന്നെയും പറ്റിക്കാം. ചിലവന്മാരൊക്കെ പറ്റിക്കാൻ പോലും പറ്റത്തില്ല. അയ്യോ, എന്തോ ആണേലും. പിന്നെ കോൺകർ അടിച്ചു കഴിഞ്ഞാൽ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ AG കറൻസിയൊക്കെ കിട്ടും ഗൈസ്. ഇഷ്ടം പോലെ റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. സാധാരണ കിട്ടുന്നതിനേക്കാളും ഇരട്ടി. നിങ്ങളിപ്പോൾ റോയൽ പാസ്സൊക്കെ വാങ്ങിക്കാത്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർ കോൺകർ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റിവാർഡും കാര്യങ്ങളൊക്കെ അവർ തരും. കോൺകർ എന്ന് പറഞ്ഞാൽ അത്രയും കൂടിയ സാധനമാണ്. അപ്പോൾ അത് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ക്രേറ്റും കാര്യങ്ങളൊക്കെ തരും. എനിക്കെത്ര ഒരു 100 ക്രേറ്റ് ചുമ്മാ ഫ്രീ ആയിട്ട് തന്നു ഗൈസ്. അത് ക്ലാസിക് റേറ്റ് തന്നു. മറ്റേ സാധനം കൂടി ഏതാണ്ട് മെറ്റിക്കലിൻ്റെ ഭയങ്കര സാധനം കൂടി ഏതാണ്ട് ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ സാധനം തന്നിട്ടുണ്ട് ഗൈസ്. അതൊക്കെ കൂടിയ സാധനമാണ് ഗൈസ്. പിന്നെ എനിക്കിഷ്ടം പോലെ ആൾക്കാരൊക്കെ പൈസ അയച്ചു തരുന്നത് AG കറൻസി തന്നെ, റിയൽ മണിയല്ല. ഗെയിമിനകത്തൂടെ അതായത് അവർക്ക് കോൺകർ ഗെയിമറിൻ്റെ കൂടെ കളിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവരിഷ്ടം പോലെ നമുക്ക് കോയിനും കാര്യങ്ങളും ഒക്കെ തരും. AG കറൻസി, സിൽവർ കോയിനും എല്ലാം തരും ഗൈസ്. അതുപോലെ വിലയാണ് ഗൈസ്. എനിക്കിപ്പോഴാണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോഴാണ് പഴയതിനേക്കാളും വില കിട്ടിയത് തന്നെ ഗൈസ്. ഭയങ്കര ഇപ്പോൾ എത്ര പേരാണെന്ന് പറയും ഇപ്പോൾ ലൈവ് ഇടുമ്പോൾ തന്നെ കാണാൻ. പക്ഷേ അതുപോലെ ഇപ്പോഴാണ് കോൺകർ അടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കളി തന്നെ ശ്രദ്ധിക്കുന്നത്. ഓരോ ആൾക്കാർ പല സ്കിൽസൊക്കെ എൻ്റെ പഠിക്കുന്നുണ്ട് ഗൈസ്. നോക്കി ഞാൻ 2 ഫിംഗറും കൊണ്ട് എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന്. പിന്നെ നിങ്ങൾക്ക് ലിവിക്ക് മാപ്പാണോ ഗിറാങ്കൽ മാപ്പാണോ നിങ്ങൾക്ക് ഏറ്റവും റാങ്ക് പുഷ് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറാങ്കൽ മാപ്പ് കളിക്കുന്നവരെന്ന് പറഞ്ഞാൽ സ്ക്വാഡ് ഹൗസ് ഇതൊക്കെ കയറി പുഷ് ചെയ്യാൻ വൈപ്പ് കംപ്ലീറ്റ് ആ ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് കറക്റ്റായിട്ട് എവിടെ നിൽക്കുമെന്ന് എനിമിയൊക്കെ നിൽക്കുന്നതെന്ന് അറിയാവുന്നവർ മാത്രം ഇറാങ്കൽ റാങ്ക് പുഷ് ചെയ്യാൻ എടുക്കുക. എനിക്കിഷ്ടപ്പെട്ട ലിവിക്കാണ്. ലിവിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ക്യാമ്പ് അടിച്ച് കിടക്കുന്നവർ കുറവാണ് ഗൈസ്. ക്യാമ്പ് അടിച്ച് നിൽക്കുന്നവർ റെയറൊക്കെ ഉള്ളൂ. പക്ഷേ മെയിനായിട്ട് എല്ലാവരും ഓടി അങ്ങോട്ട് ഒരു സ്ഥലത്ത് നിൽക്കാതാണ് ഗൈസ് കളിക്കുന്നത്. ഇത് ഭയങ്കര അഡ്വാൻറ്റേജാണ് ഈ മാപ്പിൻ്റെ. ചെറിയ മാപ്പുമാണ്, പെട്ടെന്ന് കളിയും കഴിയും.
പിന്നെ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാൻ കിട്ടുന്ന പരിപാടി ആയിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ഒത്തിരി കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇറാങ്കിൽ കളിക്കുമ്പോൾ ഏറെ ടൈം അതിനായിട്ട് വേസ്റ്റ് ആവും. നിങ്ങളിപ്പോൾ അഥവാ തോറ്റു പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അതുപോലെ മൈനസ് അടിച്ച് നിങ്ങൾക്ക് മടുക്കും. നിങ്ങൾ കളി കോൺക്രീറ്റ് അടിക്കാമെന്നുള്ള ആ മൈൻഡ് തന്നെ ഇല്ലാതാവും. അതുപോലെ പ്രോ ആയിട്ട് കളിക്കുവാണെങ്കിൽ ആ വലിയ മാപ്പ് പിടിച്ച് നിൽക്കുവാണെങ്കിൽ പൊളിയാണ്. അല്ല ഈ ചെറിയ മാപ്പെന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളി കളിക്കാം ഗൈസ്. ഇഷ്ടം പോലെ കളി കളിക്കാമെന്ന് വെച്ചാൽ കുറേ കളി കളിച്ച് നമുക്ക് പോയിൻ്റ് പെട്ടെന്ന് അപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എയ്സ് മാസ്റ്റർ വരെ നിങ്ങൾക്ക് എളുപ്പത്തിന് ലിവിക്കിനകത്ത് കില്ലെടുത്ത് റാങ്ക് പുഷ് ചെയ്ത് എളുപ്പത്തിൽ അടിക്കാൻ പറ്റും ഗൈസ്. ഒരാഴ്ചയും കൊണ്ട് വേണേൽ പറ്റും. നല്ല രീതി വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയും കൊണ്ട് നിങ്ങൾക്ക് എയ്സ് മാസ്റ്റർ വരെ ഇതിനകത്ത് ലിവിക്കിൽ അടുപ്പിച്ച് അടിക്കാൻ പറ്റും ഗൈസ്. പിന്നെ ഡോമിനേറ്റർ ഇച്ചിരി പാടുപെടും നമ്മൾ ലിവിക്കിൽ. പ്ലസ് കുറവാണ് കിട്ടുന്നത്. പിന്നെ അത് പ്ലസ് കുറവാണെങ്കിലും പിന്നെ മൈനസ് അടിക്കാതെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകണം. പിന്നെ ഓരോ കില്ലെടുക്കുന്നതിൽ ഓരോ പോയിൻ്റ് ഉണ്ട് ഗൈസ്. നിങ്ങൾ കുക്ക് ചെയ്ത് ഗ്രനേഡ് വെച്ച് ഒരു കില്ലെടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ പോയിൻ്റ് കൂടുതലാണ് ഗൈസ്. പിന്നെ വണ്ടി കയറ്റി കൊല്ലുന്നതിന് പോയിൻ്റ് വേറെയാണ് ഗൈസ്. അങ്ങനെ കംപ്ലീറ്റും പിന്നെ ഒരു സോൺ ഔട്ടായിട്ട് നിങ്ങൾ ബാൻഡേജ് മെഡിക്കിറ്റ് ഡ്രിങ്ക് ഇതെല്ലാം ഒരുമിച്ച് യൂസ് ചെയ്ത ഒരു കളിയാണെങ്കിൽ നിങ്ങൾ മാക്സിമം കില്ലും എടുത്തിട്ടുള്ള കളിയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലസ് കിട്ടും ഗൈസ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ കാര്യങ്ങളും യൂസ് ചെയ്യുന്നതിൻ്റെ പോയിൻറ്റും കൂടെ കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഹെഡ് ഷോട്ട് അടിക്കുന്നതിൻ്റെ പ്രത്യേകം പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഓരോ പോയിൻറ്റുകളുണ്ട്. ഇതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി തന്നെ കളിക്കണം ഗൈസ്. അങ്ങനെ കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്ലസ് അടിക്കാൻ പറ്റും ഗൈസ്. പിന്നെ മെയിനായിട്ടും നിങ്ങൾക്ക് എടുക്കേണ്ട സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് കോൺകർ അടിക്കാൻ എന്നെ സഹായിച്ച സ്കോപ്പ് എന്ന് പറഞ്ഞാൽ 3X ആണ് ഗൈസ്. 3Xും റെഡ് ഡോട്ട് പിന്നെ ചിലപ്പോൾ 2Xും കൂടെ എടുക്കും. ഇത്രയാണ് ഗൈസ്. വേറൊരു സ്കോപ്പ് ഞാൻ വലുതായിട്ട് അങ്ങനെയൊക്കെ സിക്സൊക്കെ നിങ്ങൾക്ക് അതുപോലെ കൺട്രോൾ ചെയ്ത് അടിക്കാമെന്ന് കഴിവുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഗൈസ്. ഞാൻ എടുത്തിട്ട് ആദ്യത്തെ കളിയൊക്കെ ഞാൻ ചത്തുപോയി. പിന്നെ റീകോൾ കറക്റ്റ് പോകുന്നില്ല. പിന്നെ ഞാൻ എടുത്തില്ല സാധനം. അങ്ങനെയാണ് ഗൈസ്. ഞാനിതിപ്പോൾ 2 ഫിംഗറിൽ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല പ്രോ ആണ് ഗൈസ്. ഇപ്പോൾ 2 ഫിംഗറാണ് ഗൈസ് ഞാൻ ബെറ്ററായിട്ട് കളിക്കുന്നത്. ഇപ്പോൾ 4 ഫിംഗറിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല ഗൈസ്. എന്തോ അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഇവൻ്റ് എന്ന് പറഞ്ഞ ഈ സംഭവം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് റാങ്ക് പുഷ് ചെയ്യാൻ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഗൈസ്. ഇവൻ്റ് യൂസ് ചെയ്യണം മാക്സിമം. ഇപ്പോൾ ഇവൻറ്റിലെ ഓരോ സാധനങ്ങൾ വന്നാൽ അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഏത് പ്രോ ഗെയിം വെടിവെക്കാൻ അറിയാവുന്നവന്മാരെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. അത് മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജാണ് ഗൈസ്. അത് മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഗൈസ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് വെസ്റ്റ് 3X ഹെൽമെറ്റ് ഇല്ലെങ്കിലും ഒരു 2X ഹെൽമെറ്റിലെങ്കിലും നിങ്ങൾ വെച്ചിരിക്കണം. മെയിനായിട്ട് ഹെഡ് ഷോട്ടുള്ള അടിയാണ്. ഹെഡ് ഷോട്ടാണ് മെയിനായിട്ട് വരുന്നത് കോൺകർ ലോബിയിൽ. അതുകൊണ്ട് വെസ്റ്റ് നിർബന്ധമാണ്, ഹെൽമെറ്റ് നിർബന്ധമാണ്. ഹെൽമെറ്റൊക്കെ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഈ ചെറിയൊരു ഡാമേജ് ആണെങ്കിൽ പോലും നിങ്ങൾ മാറ്റാൻ ശ്രദ്ധിക്കണം. അല്ലേ പിന്നെ പണി കിട്ടും ഗൈസ്. ഹെഡ് ഷോട്ട് ചെറിയൊരു ജസ്റ്റ് ഒരു അടി വരത്തേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് കാണത്തില്ല. അതുപോലെ ചിലപ്പോൾ നമ്മൾ ചത്തും പോവും. അതുപോലെ പവറിലുള്ള അടിയാണ് ഗൈസ് വരുന്നത്. ഇവന്മാർ മൊത്തം വെച്ചാൽ നല്ല മിസ്സാകത്തില്ല. കോൺകർ ലോബിയിലെ ഒരു ഷൂട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാ ഒരു റാങ്ക് കുറഞ്ഞ മാപ്പിൽ കളിക്കുന്ന പോലൊന്നുമല്ല. അവന്മാരുടെ ഓരോ അടിക്കും അത് മിസ്സാകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു ഫൈറ്റ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചുറ്റിനും ശ്രദ്ധിക്കണം. അവിടെ ക്ലിയർ ആണ്, ഈ ടീം മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ശ്രദ്ധിച്ചിട്ട് മാത്രം ഷൂട്ട് ചെയ്ത്. അല്ല ഒരു ചുമ്മാ അടി എടുത്തു കഴിഞ്ഞാൽ അവിടെ തേർഡ് പാർട്ടി അടി വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. തേർഡ് പാർട്ടിക്കാണ് കോൺകർ ലോബിയിൽ ഏറ്റവും അഡ്വാൻറ്റേജ്. അങ്ങനെയുള്ളവന്മാരുടെ നല്ല ഷൂട്ട് ചെയ്യാനും പാടാണ്, ഏറ്റവും കൂടിയ പ്ലെയറിന് പോലും. തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ആ തേർഡ് പാർട്ടി വെച്ച് കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോ ഗെയിമറിനെയും കൊല്ലാൻ പറ്റും ഗൈസ്. പിന്നെ ഇവൻ്റ് വെച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റാങ്ക് പുഷ് ചെയ്യാൻ പറ്റും ഗൈസ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റ് റീകോൾ കാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യമേ കൈക്കലാക്കണം. അത് കൈക്കലാക്കി കഴിഞ്ഞിട്ട് റഷ് ചെയ്ത് ആദ്യത്തെ കളി കളിക്കണം. പിന്നെ ചത്ത് കഴിഞ്ഞിട്ട് പിന്നെ റിവൈവ് ആകുന്ന ആ കളി മാത്രം സർവൈവ് ചെയ്ത് കളിക്കണം. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ് ഗൈസ്. റീകോളും പരിപാടിയും ഒക്കെ വന്നതുകൊണ്ട് എളുപ്പത്തിൽ കോൺകർ അടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അത് ചിലവരൊക്കെ അടിക്കുന്നുണ്ട്, ചിലവരിപ്പോഴും അടിക്കാതെ, അതും കിട്ടിയിട്ട് പോലും അടിക്കാതെ നടക്കുന്നവരുണ്ട്. ഞാൻ എന്താണെങ്കിലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ റീകോൾ കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ നല്ല രീതിയിൽ ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊരു കാർ എന്തെങ്കിലും വണ്ടി എടുക്കാൻ നേരത്ത് ആ കാർ നല്ല കവറായിട്ടുള്ള ഒരു കാർ വേണം ഗൈസ്. മേളുവശമൊക്കെ എല്ലാം
അല്ലാതെ ഓപ്പണായിട്ടുള്ള ഒരു വണ്ടി എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ അടി കിട്ടുന്ന വഴി അറിയത്തില്ല ഗൈസ്. ഓപ്പണായിട്ട് ഈ സ്പ്രേ ചെയ്ത് അടിക്കുന്ന അറിയാവുന്നവന്മാരൊക്കെ ഉണ്ട് ഗൈസ്, ഈ കാറ് എടുത്തുകൊണ്ട് പോകുമ്പോൾ നല്ല രീതിയിൽ. അങ്ങനെയൊക്കെ ഞാൻ കുറേ ചത്തിട്ടുണ്ട് ആദ്യമൊക്കെ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ളത് കാറൊക്കെ ഓപ്പണായിട്ടുള്ളത് എടുക്കാൻ പാടില്ല. പിന്നെ ബൈക്ക് ഒട്ടുമേ എടുക്കാൻ പറ്റത്തില്ല. ബൈക്ക് ഒട്ടും കൺട്രോളില്ല, കവറും ഇല്ല, പണി കിട്ടും. വെച്ചാൽ മിസ്സാകത്തില്ല കോൺകർ അടിക്കുന്നവന്മാർക്കൊന്നും. ഫൈറ്റ് എടുക്കുമ്പോൾ അവന്മാർ കൂൾ മൈൻഡ് ആയിരിക്കും. അവന്മാർക്ക് ഒരു പേടിയും കാണത്തില്ല, അവന്മാർ പിടിച്ച് കാച്ചുകയും ചെയ്യും. അങ്ങനെയുള്ളവന്മാർ അടുക്കുന്ന നിങ്ങൾക്ക് പിന്നെ മെയിനായിട്ടും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ലോബിയിൽ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചോണം. ഇടയ്ക്ക് ഈ കില്ല് ആൾക്കാരെ കൊല്ലുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഓരോ ആൾക്കാരുടെ പേര് നോട്ട് ചെയ്തോണം. ഇത് മെയിൻ ഒരു സാധനമാണ്. അങ്ങനെയുള്ളൊരു നല്ലൊരു കൂടിയ പ്ലെയേഴ്സിനെ അവൻ കില്ലെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ ആദ്യമേ ഫൈറ്റ് എടുക്കാൻ പോകാൻ പാടില്ല. അവനെ ഏറ്റവും ലാസ്റ്റ് മാത്രം ഫൈറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ ആദ്യമേ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചാവും, മൈനസ് പഠിക്കും. അങ്ങനെയുള്ള വലിയ പ്രോ ഗെയിമേഴ്സ് കില്ലെടുക്കുന്ന ആ കൗണ്ട് ഇങ്ങനെ കാണിക്കുന്ന രീതി കണ്ടുകൊണ്ട് നിങ്ങൾ വലിയൊരു നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുഷ് ചെയ്യാൻ പാടില്ല. മാക്സിമം സമയം വേസ്റ്റ് ചെയ്ത് അവൻ എല്ലാവരും കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അഥവാ നിങ്ങളൊരു ടോപ്പ് 10 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ശ്രമം നടത്തണം. ജസ്റ്റ് ഒരു ശ്രമം എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി നിങ്ങളൊരു സിറ്റുവേഷൻ കാണണം. എന്നിട്ട് ഒരു തേർഡ് പാർട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ കില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ വലിയ പ്ലെയേഴ്സിനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ് നല്ലൊരു പോയിൻറ്റ് കിട്ടും ഗൈസ്. അങ്ങനൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ കോൺകർ അടിക്കുക, ഇതാരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് ഗൈസ്. ഞാനിതിപ്പോൾ ഒത്തിരി പേര് ഇപ്പോഴും കോൺകർ അടിക്കാതെ വിഷമിച്ച് കിടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നുണ്ട് ഗൈസ്. അതാണ് മെയിൻ കാര്യം. അതുണ്ടെങ്കിലേ കോൺകർ അടിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ അഡ്വാൻറ്റേജ് അതിനാണ് കിട്ടുന്നത്. അപ്പോൾ ആ കാലം മാറി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും മാറ്റണം, എന്നാലേ അടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മെയിനായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സഡൻ മൂവ്മെൻറ്റ് ചെയ്യുന്ന, അതായത് ഈ ആദ്യം നമ്മൾ കൂളായിട്ട് കളിക്കണം കോൺകർ ലോബി. ഞാൻ ചെയ്യുന്ന വേറെ ട്രിക്കാണ് ഗൈസ്. ഈ കൂളായിട്ട് കളിക്കും, ഒന്നും അറിയാൻ വയ്യാത്ത പോലെ കളിക്കും. എന്നിട്ട് എനിമി അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു നല്ല സ്പീഡായിട്ടൊരു മൂവ്മെൻറ്റ് ഇടും. അത് ചിലപ്പോൾ എനിമികൾക്ക് പെട്ടെന്ന് എന്നെ വെടിവെക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ആ അഡ്വാൻറ്റേജ് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇടയ്ക്ക് അങ്ങനെ സ്പീഡില്ല. സാധാരണ വലിയ പ്രോ ഗെയിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡപ്പായിട്ടാണ് കളിക്കുന്നത്. ഭയങ്കര സ്പീഡപ്പായിട്ട് എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എൻ്റെ കളി എന്ന് പറഞ്ഞാൽ നല്ല സ്ലോ ആയിട്ടുള്ള കളിയാണ്. പക്ഷേ എന്നാൽ അത്യാവശ്യം അറിയാം. ഒരു എനിമി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം തിരിച്ചടിക്കാനുള്ള ആ ഒരു ഇതുമുണ്ട് ഗൈസ്. മൂവ്മെൻറ്റ് ചിലപ്പോൾ ഞാൻ നല്ല ആൾക്കും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു മൂവ്മെൻറ്റ് എടുത്ത് ഞാൻ കില്ലെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ട്രിക്കുണ്ട് ഗൈസ്. ഇതൊക്കെ മെയിനായിട്ട് ട്രിക്കാണ്. ഇതിനകത്ത് ട്രിക്ക് ഉണ്ടെങ്കിൽ ഏതവനെയും കൊല്ലാൻ പറ്റും ഗൈസ്. ഇത് കോൺകർ കൂളായിട്ട് അടിക്കാൻ പറ്റും ഗൈസ്. ഞാൻ അടിക്കത്തില്ല, പിന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പക്ഷേ എന്തൊക്കെയാണേലും അടിച്ച് കാണിച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട്, സെക്കൻഡ് പാർട്ട് കോൺകർ, പിന്നെ ഇതിൻ്റെ ബാക്കി സീക്രട്ടുകളൊക്കെ പറയുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ പാർട്ടാണ് ഗൈസ്. എന്തോളം പൊളിയാണ് ഗൈസ്. പിന്നെ ടീമേറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ സപ്പോർട്ടീവായിട്ടുള്ള ടീമേറ്റ് ഉണ്ടെങ്കിൽ മാത്രം കളിക്കുക, അല്ലെ സോളോ തന്നെ കളിക്കുകയാണ് ഗൈസ്. എനിക്ക് സോളോ ആയിരുന്നു ബെറ്റർ. സോളോയ്ക്കകത്താണെങ്കിൽ ഇനിയും വേണമെങ്കിൽ കളിച്ചാൽ ഒന്നുകൂടെ ഞാൻ കോൺകർ അടിക്കും. അത്രയും സോളോ എളുപ്പമായി എനിക്ക്. വെച്ചാൽ ധൈര്യം വന്നു. വെച്ചാൽ ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ഒരു കോൺകർ മൈൻഡാണ് ഗൈസ്. പിന്നെ പേടിയൊന്നുമില്ല. അതായത് ഒരു 4 പേര് കൂട്ടമായിട്ട് ടീമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിച്ചില്ലു. ആ ഒരു മൈൻഡ് സെറ്റാണ് ഗൈസ് കോൺകർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഡ്രോപ്പ് എടുക്കാൻ നേരം കോൺകർ ലോബിൽ മാക്സിമം നിങ്ങൾ ഡ്രോപ്പ് എടുക്കാൻ നോക്കാൻ പാടില്ല ഗൈസ്. അത് പണി കിട്ടുമെന്ന് പറഞ്ഞാൽ അടി പല വഴിയിലും വരും. ചിലവന്മാർ ഡ്രോപ്പ് എടുത്തിട്ട് അവിടെ ക്യാമ്പ് അടിച്ച് കിടക്കും, അല്ലെ എടുക്കാതെ മാറി നിൽക്കും. എന്നാൽ വരുന്നവനെ പറത്തിയിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ കോൺകർ പുഷ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഡ്രോപ്പ് എടുക്കാൻ പാടില്ല. ഡ്രോപ്പ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡ്രോപ്പിൽ എടുത്തിട്ടുള്ളവന്മാരെ കൊന്നിട്ട് നൈസായിട്ട് എടുക്കണം. അതും പെട്ടെന്ന് എടുത്തോണം സാധനം. അത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി അടി വരും. അതുപോലെ ശ്രദ്ധ കാണണം നിങ്ങൾക്ക് മാക്സിമം. പിന്നെ അവസാനത്തെ കാര്യം ഇനിയാണ് പറയാൻ പോകുന്നത്. ഈ സാധനം ഉണ്ടായാലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ കോൺകർ അടിക്കുക ഇന്നത്തെ കാലത്ത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോണാണ് ഗൈസ് അത്. അതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞാൽ പ്ലസ് 888 എന്ന് പറഞ്ഞാൽ പ്രോസസ്സറെങ്കിലും മിനിമം വേണം. സ്നാപ്ഡ്രാഗൺ മീഡിയടെക് ഡെമൻസിറ്റി A22 അങ്ങനെയുള്ള മീഡിയടെക്കിൻ്റെ പ്രോസസ്സറൊന്നും വേസ്റ്റാണ് ഗൈസ്. അതിനിയും പറ്റത്തില്ല, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയും അതുവരെ ഒരു ഡോമിനേറ്റർ വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഗൈസ് ആ ഒരു പ്രോസസ്സറും കൊണ്ട്. അത് കോൺകർ അടിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇപ്പം മാറി. ഇപ്പം എല്ലാം അതുപോലെ ഇത് സ്നാപ്ഡ്രാഗനും
എ മറ്റേ ഐഫോണിൻ്റെ പ്രോസസ്സറും എല്ലാം ആണ് ഗൈസ് ഇപ്പോൾ ടോപ്പായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മീഡിയടെക് കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വലിയ പ്ലേയേഴ്സിൻ്റെ മുമ്പിൽ അങ്ങ് അടി കൊണ്ടിട്ട് നിങ്ങൾ ചാവത്തേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ അതുപോലെ പ്രൊസസ്സർ കൂടിയതായിരിക്കണം ഗൈസ്. അപ്പോൾ മാക്സിമം സേവ് ചെയ്യുക. നിങ്ങൾ പൈസ ഒരു നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെ വാങ്ങിക്കണം ഗൈസ്. പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഗൈസ്, ചില ആൾക്കാരുടെ എനിമീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലാഗ് അടിക്കുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് കുറയും. നിങ്ങളെ എളുപ്പത്തിൽ അവന് കൊല്ലാൻ പറ്റും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പോകുന്നതും കാണാം, പെട്ടിയായിട്ട് ഇങ്ങനെ പോകുന്നതും കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ തോന്നും ഹാക്കർമാരാണ്. പക്ഷേ ഹാക്കറല്ല, അത് നല്ല റിയൽ എനിമി തന്നെയാണ്. പക്ഷേ അവരുടെ പ്രൊസസ്സർ നല്ല കൂടിയ ഫോണാണ്. അങ്ങനെയുള്ളവരുടെ മുമ്പ് ഈ പ്രൊസസ്സർ കുറഞ്ഞവരെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അടിക്കാവും അവരെ. അതായത് ഡയറക്റ്റ് അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യും. അതിന് ലോങ് ഷോട്ട് അടിക്കണം. അതിന് സ്നൈപ്പർ യൂസ് ചെയ്യാം, ബെറ്റർ ഓപ്ഷനാണ് ഗൈസ്. അങ്ങനെ ഫൈറ്റ് എടുക്കാൻ പാടുള്ളൂ. ഒരു കുറഞ്ഞ പ്രൊസസ്സറുള്ള കൂടിയ പ്രൊസസ്സറിനെ അടിക്കാൻ പോകുമ്പോൾ, അതായത് ലോങ് റേഞ്ചിലേ അടിക്കാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനെയൊക്കെയാണ് ഗൈസ് കളിക്കേണ്ടത്. ഇതൊക്കെ ഒന്നും ആരും പറഞ്ഞു തരാത്ത രീതികളാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മൊത്തം കംപ്ലീറ്റ് ഏകദേശം പകുതി ട്രിക്കും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ട്രിക്കൊക്കെ അടുത്ത സെക്കൻഡ് പാർട്ട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരാളും പറഞ്ഞു തരത്തില്ല ഗൈസ്. ഇനിയും സെക്കൻഡ് പാർട്ട് ഇതിനേക്കാളുള്ള ഇരട്ടി ഞാൻ പറയാൻ പോവാണ് ഗൈസ്. ഇതൊക്കെ ഏകദേശം ഉള്ള കാര്യം തന്നെയാണ് ഗൈസ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പങ്കുവച്ചേക്കുന്നത് ഗൈസ്. അപ്പോൾ ബൈ എല്ലാവരും സന്തോഷമായിട്ട് ഇനി കോൺക്രീറ്റ് അടിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് ഗൈസ്. ബൈ.